അങ്ങനെ നന്ദു SI ആയിട്ട് ചാർജ് എടുക്കുകയാണ്. തൻ്റെ യൂണിഫോം തൻ്റെ ശരീരത്തിൽ വീണതു മുതൽ നന്ദുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അനാമികയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതും തൻ്റെ ചേച്ചിമാരുടെ അനന്തപുരിയിലുള്ള ജീവിതം സേഫാക്കുക എന്നുള്ള ചിന്ത മാത്രമേ നന്ദുവിന് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമേ മറ്റെന്തിനും പ്രാധാന്യം കൊടുക്കുകയുള്ളൂ എന്നുള്ള ആ ദൗത്യത്തിലും ആ ചിന്തയിലും തന്നെയാണ് നന്ദു നിൽക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ അനിയെയാണ് ഫോൺ ചെയ്യുന്നത്. എന്നിട്ട് അനാമികയ്ക്കെതിരായിട്ടുള്ള അന്വേഷണത്തിന് താൻ പോകുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അനിയെ ഫോൺ ചെയ്തത്. കാര്യമറിഞ്ഞതിന് ശേഷം അനിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, ഞാനിത് നിന്നോട് പറയാൻ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇത് നീ കണ്ടെത്തി തരണമെന്നുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഞാനിതെങ്ങനെയാണ് നിന്നോട് അവതരിപ്പിക്കുക എന്നുള്ളത് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ഒന്നുമില്ലെങ്കിലും നിൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അവളെ ഇതുവരെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അവൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല. അവളുടെ ഉദ്ദേശം മറ്റെന്തൊക്കെയോ ആണെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും നിന്നോട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയാൻ വിചാരിച്ചത് എന്നൊക്കെ അനി പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിനോട് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഞാനും കൂടെ വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം, നമ്മുടെ ഫ്രണ്ട്സിനെയും കൂട്ടാമെന്നൊക്കെ അനി പറയുകയാണ്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അത് ശരിയാണ്, അവന്മാരെയൊക്കെ കൂട്ടി പോകുന്ന സമയത്ത് ഒരു വൈബ് തന്നെയായിരിക്കും. ഏതായാലും ഇത് അന്വേഷിച്ചേ പറ്റുകയുള്ളൂ. നയനേച്ചിയുടെയും നവ്യേച്ചിയുടെയും ജീവിതമൊക്കെ സേഫ് ആവണമെങ്കിൽ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെയൊക്കെ പിന്നിൽ പഴി കേൾക്കേണ്ടി വരുന്നത് എൻ്റെ ചേച്ചിമാരായിരിക്കും എന്നൊക്കെ നന്ദു പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നന്ദു അനാമികയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് ഇറങ്ങാനുള്ള ആ ഒരു തിരക്കിലാണ്. അങ്ങനെ നന്ദുവിൻ്റെ ഫ്രണ്ട്സും അനിയും എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ അവർ മുമ്പ് താമസിച്ച ആ ഒരു ഏരിയയിൽ അവരെക്കുറിച്ച് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടേക്ക് പോവുകയാണ്. ആദ്യം താമസിച്ച വീടിൻ്റെ പരിസരത്തൊക്കെ അവരെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നില്ല അവരെക്കുറിച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. പല ആളുകളെയും പറ്റിച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീട് കാണിച്ചു കൊടുത്തിട്ട് സ്വന്തം വീടാണെന്നും പറഞ്ഞിട്ടും തട്ടിപ്പും വെട്ടിപ്പുമായിട്ടാണ് അവരിവിടെ ജീവിച്ചത് എന്നൊക്കെ ഉള്ള സത്യം അവർ തിരിച്ചറിയുകയാണ്. കൂടാതെ അവർക്ക് ഒരുപാട് കടങ്ങളുണ്ട്. കടക്കാരെ ഇവിടെ തിരഞ്ഞ് വരുന്നത് അറിഞ്ഞിട്ട് ആ ഒരു അവസരം മുതലാണ് അവർ ഇവിടെ നിന്നും മാറി താമസിച്ചത്. അങ്ങനെ തന്നെയാണ് അവർ ചെയ്യാറുള്ളത്. ഒരു സ്ഥലത്ത് പോയി താമസം ഉറപ്പിച്ച് അവിടെയുള്ളവരൊക്കെ പറ്റിച്ച് ക്യാഷൊക്കെ വാങ്ങി പിന്നെ അവർ ചോദിച്ചു വരുന്ന സമയത്ത് അവർ വീട് മാറി വേറെ സ്ഥലത്തേക്ക് മാറുകയാണ് പതിവുള്ളത്. അതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെയും ഒക്കെ അവസ്ഥ. എങ്ങനെ പറ്റിച്ചും വെട്ടിച്ചുമാണ് ഓരോന്നുണ്ടാക്കുന്നത്. ഒന്നും അവരുടേതല്ല, മറ്റുള്ളവരുടേതാണ്. മറ്റുള്ളവർ കണ്ണീര് വെച്ച് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ സ്വത്തൊക്കെയാണ് ഇവർ അടിച്ചു മാറ്റുന്നത് എന്നുള്ള സത്യം അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഇവരുടെ മൊഴികളൊക്കെ നമുക്ക് എടുക്കണം. എന്തായാലും ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കണം. ആവശ്യം വരും. അവൾക്കെതിരായിട്ടുള്ള ഏക തെളിവുകളൊക്കെ ഇവരുടെ മൊഴികളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു സൗണ്ടൊക്കെ നന്ദു റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നന്ദുവിൻ്റെ ഫോൺ കോളിലേക്ക് വരുന്ന കോളുകളെക്കുറിച്ചും അവൾ സംസാരിച്ച ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനാണ് അടുത്ത തീരുമാനം. അങ്ങനെ ആദ്യം തന്നെ അവിടെ അനന്തപുരിയിൽ നടന്ന മാലമോഷണത്തിൻ്റെ അന്നത്തെ ദിവസം അവൾ ആരൊക്കെ വിളിച്ചു, അതിൻ്റെ തലേ ദിവസം ആരൊക്കെ വിളിച്ചു എന്നുള്ളതൊക്കെ നോക്കാനായിട്ട് ഫോൺ കോളിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണ്. അന്നത്തെ ദിവസത്തിൻ്റെയും അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ അമ്മയുടെയും ആ ഒരു പാലിൽ വിഷം ചേർത്ത സംഭവത്തിൻ്റെയും അന്ന് ആരൊക്കെ വിളിച്ചു എന്നുള്ളതൊക്കെ അറിയണമെന്ന് പറഞ്ഞിട്ട് ഫോൺ കോളിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണ് നന്ദു. അങ്ങനെ ആ ഒരു സമയത്തും പാലിൽ വിഷം ചേർത്ത് അന്ന് നടന്ന അന്നത്തെ ആ ഒരു തലേന്നും പിറ്റേന്നുമായിട്ടും അതുപോലെ മാല മോഷണം പോയ ആ ഒരു ദിവസത്തിലും തലേന്നും പിറ്റേന്നുമായിട്ടും അനാമിക ആകെ വിളിച്ചിട്ടുള്ളത് നമ്മുടെ അനാമികയുടെ അച്ഛനെ മാത്രമാണ്. അച്ഛനെയും അമ്മയോടുമാണ് അനാമിക അന്ന് സംസാരിച്ചിട്ടുള്ളത്. അന്നത്തെ ദിവസം അനന്തപുരിയിലെ എല്ലാവരുടെയും ഫോണിൽ നിന്ന് ആരൊക്കെ മറ്റുള്ളവരെ വിളിച്ചു എന്ന് അന്വേഷിക്കാനായിട്ട് അവരുടെയൊക്കെ ഫോൺ കോളിൽ വരുന്ന ലിസ്റ്റൊക്കെ നന്ദു എടുക്കുന്നുണ്ട്. നന്ദു ഒരു പോലീസ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആ ഒരു ലിസ്റ്റൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. വളരെ പിടിപാടാണ് നന്ദുവിന്. അങ്ങനെ എല്ലാവരുടെയും സംശയം തോന്നുന്ന എല്ലാവരുടെയും ജലജയുടെയും അഭയുടെയും ഒക്കെ ഫോൺ കോളിൻ്റെ ആ നമ്പറിൽ നിന്ന് അന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു ഫോണിൻ്റെ ലിസ്റ്റൊക്കെ തപ്പിയെടുക്കുകയാണ്.
ആ സമയത്ത് പുറത്തേക്ക് കോൾ പോയിരിക്കുന്നത് അനാമികയുടെ ഫോണിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ളത് നന്ദു തിരിച്ചറിയുകയാണ്. കൂടെ അനിയുമുണ്ട്. അങ്ങനെ അവൾ സംസാരിച്ചത്, ആരോടാണ് സംസാരിച്ചത് എന്നുള്ള ശബ്ദരേഖയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നന്ദു. അങ്ങനെ അതും കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കേട്ട സമയത്ത് ഞെട്ടിക്കുന്ന സംസാരമാണ് അനാമികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാലമോഷണം പോയതിൻ്റെ തലേ ദിവസം അച്ഛൻ പണവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടുന്ന് അടിച്ചു മാറ്റണമെന്നുള്ളതും പണമെങ്കിലും എനിക്ക് അവിടുന്ന് മോഷ്ടിച്ച് തരണം എന്നുള്ളതും അനാമികയോട് ആവശ്യപ്പെടുന്ന ശബ്ദരേഖകളാണ് നന്ദുവിന് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ദേവയാനി ഹോസ്പിറ്റലിലാവുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ അച്ഛനോട് അനാമികയുടെ അച്ഛനോട് പാലിൽ ചേർക്കാനുള്ള ഒരു വിഷം കൊണ്ടുവരാനുള്ള കാര്യവും അതുപോലെ അത് നവ്യയ്ക്ക് ചെയ്യുന്ന കാര്യവുമാണ് അന്നത്തെ ദിവസം അനാമിക ഫോണിലൂടെ സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ ശബ്ദരേഖകളും നന്ദുവിൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അനാമികയെ 8ൻ്റെ പണി കൊടുത്ത് പൂട്ടാനുള്ള എല്ലാ തെളിവുകളോടെയും കൂടി നന്ദു അനന്തപുരിയിലോട്ട് വരികയാണ്. നന്ദുവിൻ്റെ കയ്യിൽ ഇത്തരം തെളിവുകളൊക്കെ കിട്ടിയത് അനി അറിഞ്ഞിട്ടുണ്ട്. അനിയും കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അനിക്ക് വളരെ സന്തോഷമുണ്ട്. അനാമികയെ എല്ലാ തരത്തിലും പൂട്ടാൻ കഴിയുമെന്നുള്ള ഉറപ്പ് നമ്മുടെ അനിക്കുണ്ടായിരുന്നു. അങ്ങനെ അനന്തപുരിയിലോട്ട് നേരെ ആ ഒരു ചിട്ടയൊക്കെ അനുസരിച്ചിട്ട് അനാമികയെ 8ൻ്റെ പണി കൊടുത്ത് പൂട്ടാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്ദു എത്തുകയാണ്. അങ്ങനെ നേരെ വന്നിട്ട് അനാമികയോട് ചോദ്യം ചോദിക്കാനുള്ള പുറപ്പാടിലാണ്. നന്ദു പോലീസ് യൂണിഫോമിൽ ആ ഒരു കൂടെ കോൺസ്റ്റബിൾസും ഒക്കെ ആയിട്ട് വരുന്നത് കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അനാമിക. എന്നിട്ട് എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ, ഇവളുടെ വരവ് കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ നേരെ അനാമികയുടെ അടുത്ത് വന്നിട്ട് അവളുടെ കഴുത്തിന് പിടിച്ചിട്ട് പുറത്തോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് നീ എന്താ വിചാരിച്ചത്? കള്ളത്തരം കാണിച്ചിട്ട് ഇവിടെ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാമെന്നോ? നീ എൻ്റെ ചേച്ചിമാരെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിയതാണല്ലേ. നീ ഓരോ പ്രവൃത്തികൾ കാണിച്ചു കൂട്ടിയിട്ട് അതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ ചേച്ചിമാരാണെന്ന് വരുത്തി തീർക്കുകയാണല്ലേടി. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എല്ലാ കേസിൻ്റെയും മൊത്തം ഇതും നിൻ്റെ തലയിൽ ചാർജ് ചെയ്ത് നിന്നെ കാലാകാലവും ഞാൻ ജയിലിൽ അടയ്ക്കും എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നീ എന്തൊക്കെയാണ്, നിനക്ക് ഭ്രാന്തായോ? എന്നെ വെറുതെ വിട്, എന്നെ തൊട്ടാലുണ്ടല്ലോ എന്നൊക്കെയുള്ള ഭീഷണികൾ അനാമിക മുഴക്കുന്ന സമയത്ത് അവളുടെ കവിളത്ത് 2 അടി കൊടുക്കുകയാണ് നന്ദു. എന്നിട്ട് നീ ഇനി ശബ്ദിച്ചു പോവരുത്, നിനക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും എൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അന്നത്തെ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച ശബ്ദരേഖ അവൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. കേൾപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അനന്തപുരിയിലെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അത് കേട്ട് ജാനകിക്കും അത് വിശ്വസിക്കാനായില്ല. എന്നിട്ട് തൻ്റെ മരുമകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. അനാമികയുടെ മുഖംമൂടി ജാനകിക്ക് മുന്നിൽ അഴിഞ്ഞു വീണിരിക്കുകയാണ്. ആ സമയത്തും അനാമിക പറയുന്നുണ്ട്, ഇത് കള്ളത്തരത്തിലൂടെ നീ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതാണ്. ഇത് എൻ്റെ ശബ്ദമല്ല, എൻ്റെ ശബ്ദത്തിൻ്റെതായി മാച്ചുള്ളത് നീ എവിടെന്നോ പൊക്കിയെടുത്ത് കൊണ്ടുവരികയാണ്. എന്നെ പൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നീ നടക്കുന്നത്, അതിനു വേണ്ടിയിട്ട് നീ കള്ളത്തെളിവുകളുമായാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് വീണ്ടും ഒരു അടി കൊടുക്കുകയാണ്. ആ സമയത്താണ് അനിയും അവിടെ നിൽക്കുന്നത്, അവിടേക്ക് വരുന്നത്. അങ്ങനെ അനിയും പറയുന്നുണ്ട്, നീ മിണ്ടരുത്. കഴിഞ്ഞ ദിവസം നന്ദു നിനക്കെതിരായിട്ടുള്ള ഒരു തെളിവുകൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഞാനും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അവളും ഞാനും ഒരുമിച്ചാണ് ഇതൊക്കെ കണ്ടെത്തിയത്. അതുകൊണ്ട് ഇനിയും നീ കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. നിന്റെ എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു അനാമികയെ. നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് നന്ദു വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഒടുവിൽ നന്ദു അനാമികയെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. കാരണം ഇനിയും അവളെ ഇവിടെ നിർത്തിയാൽ അനന്തപുരിയുടെ അന്തസ്സ് ആലോചിച്ച് ഒന്നും ചെയ്യാതെ അവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ഇനിയും കൂടുതൽ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ അവൾ ചെയ്യുകയേ ഉള്ളൂ. അതുകൊണ്ട് അനന്തപുരിയുടെ അന്തസ്സ് നോക്കി നിന്നിട്ട് കാര്യമില്ല. അവൾക്ക് കിട്ടേണ്ട ശിക്ഷ, തക്കതായ ശിക്ഷ അവൾക്ക് കിട്ടിയേ പറ്റൂ എന്നൊക്കെ ചിന്തയിൽ നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. ദേവയാനിക്കും ഒക്കെ വളരെയധികം സന്തോഷമാകുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. ജാനകിയാണെങ്കിൽ ആകെ മനസ്സ് തകർന്നു നിൽക്കുകയുമാണ്.